Accurate Accounting Services, GST registration, GST return, income tax return, TDS filing, e-way billing preparations ഒക്കെ പ്രൊഫഷണലായി ചെയ്തു കൊടുക്കുന്നു. അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുക, ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പറേഷൻസും കുറഞ്ഞ ഫീസിൽ ആക്യുറേറ്റിന്റെ എക്സ്പേർട്ട് ടീം ഹാൻഡിൽ ചെയ്യുന്നു. പാൻ, ടാൻ, PF, ESI, DSC സർവീസും ഫുൾ സപ്പോർട്ടും ലഭ്യമാണ്. അതുകൂടാതെ ക്ലയന്റിന്റെ ഓഫീസിലെത്തി അക്കൗണ്ട്സ് വർക്ക് ചെയ്തു കൊടുക്കുന്നു. ടൈംലി സർവീസും കറക്റ്റ് ഫയലിംഗും റിലയബിൾ കംപ്ലയിന്റ് സപ്പോർട്ടും ആക്യുറേറ്റ് നൽകുന്നു. ലൊക്കേഷൻ വരുന്നത് പള്ളുരുത്തി പഷ്ണിത്തോട് പാലം ബസ് സ്റ്റോപ്പിന് സമീപം. ആക്യുറേറ്റ് അക്കൗണ്ടിംഗ് സർവീസസ്, ഇനിയെല്ലാം ആക്യുറേറ്റ്. കോതമംഗലം KSRTC യൂണിറ്റിന്റെ 43ാമത് സ്ഥാപക ദിനമായ 25-ാം തീയതി മാലിന്യമുക്ത നവകേരള ജനകീയ ക്യാമ്പയിൻ 2ാം ഘട്ട ഉദ്ഘാടനം നടത്തി. കോതമംഗലം KSRTC യൂണിറ്റിന്റെ 43ാം സ്ഥാപക ദിനമായ 25-ാം തീയതി മാലിന്യമുക്ത നവകേരള ജനകീയ ക്യാമ്പയിൻ 2ാം ഘട്ട ഉദ്ഘാടനവും ഹരിതവൽക്കരണവും ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ KSRTC കോതമംഗലം യൂണിറ്റ് അതിന് തുടക്കമായ ഒരു ദിവസം തന്നെയാണ് സെപ്റ്റംബർ മാസം 25-ാം തീയതി തന്നെയാണ്. ഏതാണ്ട് 43 വർഷക്കാലത്തിന് ഇപ്പുറത്ത് നമ്മളിവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. ഒട്ടേറെ മുതിർന്നവരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഡിപ്പോയുടെ ഇതുവരെയുള്ള ചരിത്രത്തില് ഓരോ പ്രവർത്തനങ്ങളും പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ കുറെ നാളുകളായിട്ടാണ് ജനകീയ പങ്കാളിത്തത്തോടുകൂടി നമുക്ക് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത്. നേരത്തെ ഒറ്റപ്പെട്ടതായ കുറെ ഇടപെടലുകളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ കൂടി കഴിഞ്ഞ കുറെ നാളുകളായി നിരന്തരമായി ഒത്തിരി എന്നോണം ഓരോരോ പരിപാടികൾ ഈ യൂണിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘടിപ്പിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ യൂണിറ്റിന്റെ ഏതാണ്ട് 4 പതിറ്റാണ്ടിലേറെയുള്ള പ്രവർത്തനത്തിൽ ഏറ്റവും മികച്ച നിലയിൽ യൂണിറ്റ് KSRTC ഇപ്പോൾ എത്തിയ ഒരു കാലം കൂടിയാണ്. അത് KSRTCയുടെ മാത്രം ഒരു നേട്ടമായി ആരും കാണുന്നില്ല. അത് പൊതുസമൂഹത്തിന് വലിയ പങ്കുണ്ട്. കേരളത്തിലെ ഒരു പൊതുഗതാഗത സംവിധാനം എന്നുള്ള നിലയിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ യാത്രക്കാരെ ആശ്രയിക്കുന്നത് KSRTCയാണ്. ഡിജിറ്റൽ വാൾ കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയുടെ 340ാം പെരുന്നാളിനോടനുബന്ധിച്ച് ആശംസാ പോസ്റ്റർ, പെരുന്നാൾ ലഘു വീഡിയോ, ഓണക്കാലത്ത് മികച്ച കളക്ഷൻ കൈവരിച്ച ജീവനക്കാരെ ആദരിക്കൽ, സെന്റ് അഗസ്റ്റിൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, കോതമംഗലം KSRTC നടപ്പിലാക്കുന്ന അഗസ്റ്റിൻസ് ബ്ലൂം പദ്ധതി, ടെക്നിക് കൃപ ആയുർവേദ കേന്ദ്രം നടപ്പിലാക്കുന്ന ഹെർബൽ ഗാർഡൻ, വിമലഗിരി പബ്ലിക് സ്കൂൾ നടപ്പിലാക്കുന്ന പച്ചക്കറിത്തോട്ടം, തിരുവനന്തപുരത്ത് നടന്ന ട്രാൻസ്പോർട്ട് എക്സ്പോ 2025 മികച്ച റീൽ ചെയ്ത റീമ രാജഗോപാലിനെ ആദരിക്കൽ, ശോഭനേശ്വർ പദ്ധതിയുടെ ഭാഗമായി ശോഭനയിലെ കുട്ടികൾ വരച്ച ചിത്രം കൈമാറൽ, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ KSRTCക്ക് സ്പോൺസർ ചെയ്ത് നൽകുന്ന ആൻഡ്രോയിഡ് TV, ലയൺസ് ക്ലബ് ഓഫ് കോതമംഗലം ഈസ്റ്റ് ആൻഡ് കോതമംഗലം ഗ്രേറ്റർ ക്ലബ് KSRTCക്ക് നൽകിയ സ്ഥിരീകരിച്ച വിശ്രമ മുറിയിലേക്ക് TV, വൈസ്മെൻ കോതമംഗലം സ്റ്റാർസ് KSRTC കോതമംഗലം യൂണിറ്റിന് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നൽകിയ ക്ലീനിംഗ് കിറ്റ്, കോതമംഗലം യൂണിറ്റിലെ ഹരിതവൽക്കരണ പ്രവർത്തനങ്ങൾ, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ആർട്സ്, എംബിക്സ് കോളേജ് നെല്ലിമറ്റം, ടൗൺ UP സ്കൂൾ കോതമംഗലം, മാർസിൽ കോതമംഗലം എന്നിവർ വൃക്ഷത്തൈകൾ കൈമാറുന്ന ചടങ്ങുകളും നടന്നു. നഗരസഭ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA നൌഷാദ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ജോസ് വർഗീസ്, ബിനോയ് മണ്ണച്ചേരി, സെക്രട്ടറി ബാബു കൈപ്പള്ളിയിൽ, സിസ്റ്റർ ആനി ജോസ്, സിസ്റ്റർ ലിസി മരിയ, സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് പ്രൊഫസർ ബൈബി, ഡോക്ടർ ഹരികൃഷ്ണൻ TP, ലൈജു, ഫിലിപ്പ് ഷാജി, ബിനു ജോർജ്, അനസ് ഇബ്രാഹിം തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.